ക്രിസ്തു എന്ന പുഷ്പം പൂക്കണമെങ്കിൽ അതിന്റെ തണ്ടും ഇലകളും വേരുകളും അത് വലിച്ചെടുത്ത വളവും വെള്ളവും മണ്ണും ഇല്ലാതെങ്ങനെ? ഇപ്പൊ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് 42 തലമുറ പോയിട്ട് ഒരു തലമുറയ്ക്കപ്പുറം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പായുടെ വല്യപ്പച്ചന്റെ പേര് പറയോ? നിങ്ങളുടെ പപ്പായുടെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യൻ പറമ്പിൽ കിളച്ചു തീർത്ത കഥ ഒരിക്കൽ പോലും നാം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മമ്മിയുടെ വല്യമ്മച്ചിയുടെ പേര് പറയാമോ? ആ മെല്ലിച്ച സ്ത്രീ അടുക്കളയിൽ കരിപിടിച്ച് അടുക്കളയിൽ ഊതിത്തീർത്ത കഥയും നാം ഒരു വേള പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ ഈ അമ്മമാർ? നിങ്ങളുടെ വല്യമ്മച്ചയെ കുറിച്ച് ഈ കുഞ്ഞുങ്ങളോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വല്യപ്പച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു തലമുറയ്ക്കപ്പുറം ഇത്. ഒരു പേര് പോലും അവർക്കറിയില്ല. കല്ലറയിൽ അവരങ്ങനെ പോകാറില്ല. പോയാലും കറുത്ത ഗ്രാനൈറ്റ് പാളികളിൽ ആ പേര് അവരെ ഒന്നും തോന്നിക്കാറില്ല. ശരിയല്ലേ? അപ്പോഴാണ് 42 തലമുറ. നമുക്ക് ഒരു തലമുറയ്ക്കപ്പുറം ആരെ അറിയില്ല. ശരിയല്ലേ? നമുക്കിന്ന് ആകെ 3 ബന്ധമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക്. ഒന്ന് അങ്കിൾ. ഇന്നെല്ലാം അങ്കിളാ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അവന്റെ അമ്മയുടെ ആങ്ങളെ അങ്കിളാണ്. സ്കൂൾ ബസ് ഓടിക്കുന്ന ചെറുപ്പക്കാരനും ആരാ? ഉറക്കെ പറയൂ. ഇത് രണ്ടും ഒരേ എഫക്റ്റാ കൊച്ചിന്. അവന്റെ കുറ്റമല്ല. നമ്മൾ അങ്ങനെയാ. സായിപ്പിന്റെ ആംഗലേയ ഭാഷയുടെ മിനുസതയിൽ നമ്മൾ അവനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ. എന്ത് രസാണ് ആ വിളിയുടെ ചാരുത. എല്ലാം അങ്കിള. വഴിയെ പോകുന്നവരെല്ലാം അങ്കിളാ. ഇനി മറ്റൊന്നുണ്ട്, പറയും നിങ്ങൾ. ആന്റി. 4-ാം ക്ലാസ്സുകാരിക്ക് അവളുടെ അപ്പന്റെ പെങ്ങളും ആന്റിയാണ്. സ്കൂളിൽ അവളുടെ ടിഫിൻ ബോക്സ് വൃത്തിയാക്കി കൊടുക്കണ ആ കൃഷകാത്രയായ സ്ത്രീയും ആന്റിയാണ്. ഇത് രണ്ടും കൊച്ചിന് ഒരേ എഫക്റ്റാ. ബന്ധങ്ങളേത്? 72 കഴിഞ്ഞാലും പല അമ്മച്ചിമാർക്കും അമ്മച്ചി എന്നൊന്നും വിളിക്കുന്ന ഇഷ്ടമല്ല, ആന്റി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരു സുഖമുണ്ട് കേൾക്കാൻ. പ്രായം ഒട്ട് തോന്നിക്കത്തുമില്ല. ഒരു പൊടി രസാണ്. എവിടെ നമ്മുടെ ബന്ധങ്ങൾ? മാവൻ, കൊച്ചപ്പൻ, കൊച്ചമ്മ, ഉപ്പാപ്പൻ, മാവി. ചാരുതയുള്ള പലതും പറയാനുണ്ടായിരുന്നു നസ്രാണിയുടെ ബന്ധങ്ങൾക്ക്. എവിടെ പോയി? പഴഞ്ചനായിപ്പോയി. പരിഷ്കാരം കൂടിയപ്പോ നാം സംസ്കാരം കടലിലെറിഞ്ഞു. പരിഷ്കാരം കൂടിയപ്പോ നാം സംസ്കാരം കടലിലെറിഞ്ഞു. പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഈ മാവനും കൊച്ചപ്പനും കൊച്ചമ്മയും കൊച്ചമ്മയും മാവിയും ഒക്കെ തിരിച്ചു വരണം. നമുക്ക് തിരിച്ചു പിടിക്കാം നമ്മുടെ വീടുകളെ നസ്രാണി മൂല്യങ്ങളിലേക്ക്. ഇനി ഇത് രണ്ടും ഉണ്ട്, കഴിഞ്ഞു. ഇനി വേറൊരെണ്ണം ഉണ്ട്. അങ്കിളും ആന്റിയും കഴിഞ്ഞു. കസിൻ. ഇന്നെല്ലാം കസിനാ. ഏത് തലമുറ എങ്ങനെ ഒന്നും അറിയില്ല. ചിലപ്പോഴെങ്കിലും ചില ഫോൺ കോൾ. കഴിഞ്ഞ നാളുകളിലൊന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു. അച്ഛാ സുഖാണോ? പിന്നെ നല്ല സുഖാണോ? പൊതുവേ വാർത്തകളൊക്കെ നല്ല സുഖം തരുന്നതുമാണ്. എന്തുണ്ട് വിശേഷം? അച്ഛാ എത്രാമത്തെ തലമുറ വരെ കല്യാണം കഴിക്കാം? അതെന്നാടാ ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ നിനക്ക്? അതല്ല, ചോദിച്ചതാ. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എന്റെ ബന്ധത്തിൽ തന്നെയാ. ചിലര് പറയുന്നു 4-ാം തലമുറ, ചിലര് പറയുന്നു 7-ാം തലമുറ. അതെങ്ങനെയാ അതിന്റെ കണക്ക്? ഏതായാലും ഞാനിപ്പോ അത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, നസ്രാണിയുടെ ബന്ധങ്ങൾ സ്വീകരിക്കുന്നതിനൊക്കെ ചില നല്ല സിസ്റ്റം ഉണ്ടായിരുന്നു. എവിടെ പോയി? എല്ലാം കസിനാ. നമ്മുടെ 18 കഴിഞ്ഞ ചെറുപ്പക്കാരനെ അവന്റെ 350cc പൾസറുമായി കൊട്ടാരക്കരയല്ല, അങ്ങ് പുനലൂരോ അഞ്ചലോ വെച്ച് കോശി ജോണച്ചൻ കണ്ടിട്ട് പിറ്റേ ആഴ്ച കോട്ടപ്പുറം പള്ളിയുടെ മുറ്റത്ത് വെച്ച് അവനെ കാണുമ്പോൾ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലോ അഞ്ചല് സ്റ്റാൻഡിന്റെ മുന്നിൽ വെച്ച്. കണ്ടായിരുന്നു. അച്ഛനെവിടെ പോയതാ? ഞാനിന്റെ അടുത്ത് പോയി. ആരായിരുന്നു കൂടെ? ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. കസിനാച്ച. ആരാ? കസിന. പാവപ്പെട്ട കോശി ചോണച്ചൻ പിന്നെ ഒന്നുമേ ചോദിക്കില്ല. കസിൻ എന്ന വാക്കിന്റെ വ്യാപ്തി എവിടെ വരെ പോകാം? എല്ലാം കസിനാ. വഴിയെ പോകുന്നവരെല്ലാം കസിനാ. അങ്കിളും ആന്റിയും കസിനും അരങ്ങുവാഴുന്ന കാലത്ത് തിരിച്ചു പിടിക്കണം നസ്രാണിയുടെ ബന്ധത്തിന്റെ മൂല്യങ്ങളെ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മക്കളോട് പറയണം.
ഗുരുത്വക്കേട് ആർക്കാ? നമുക്കാ. ഗുരുത്വത്തിന്റെ കേട്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രിയ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുക, ഗുരുത്വം ഇറ്റ്സ് എ മാജിക്കൽ വേർഡ്. അതൊരു മാന്ത്രിക വാക്കാ. ഈ 3 അക്ഷരം ഉണ്ടെങ്കിൽ ഏത് ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി കുടില് കെട്ടി താമസിക്കേണ്ടി വന്നാലും വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടും. കേൾക്കുന്നുണ്ടോ? മുതിർന്നവർ കേൾക്കണ്ട, കുട്ടികൾ മാത്രം കേട്ടാ മതി. എന്നെ ഗുരുത്വം എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ ഏത് ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി കുടില് കെട്ടി താമസിക്കേണ്ടി വന്നാലും വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടും. ഇനി മേൽപ്പറഞ്ഞ 3 അക്ഷരമില്ലെങ്കിൽ കുലം കുത്തി ഒഴുകുന്ന യമുനാ തീരത്ത് കൊട്ടാരമടിച്ചാലും എന്റെ പൊന്നുമോനെ വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടുകയില്ല. അതാണ് ആ വാക്കിന്റെ മാന്ത്രികത. എവരി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. മൂർധാവിൽ വീഴുന്ന ഓരോ അനുഗ്രഹവും. അതുകൊണ്ട് ഈ കുഞ്ഞുമക്കൾ കേൾക്കണം. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ നിങ്ങളുടെ വീട്ടിലൊരു വല്യപ്പച്ചനും വല്യമ്മച്ചി ഉണ്ടെങ്കിൽ ആ ഇരുട്ടുമുറിയിൽ ആ പാവപ്പെട്ട സ്ത്രീ ആ പഴയ കട്ടിലിൽ ആ സ്ത്രീയുടെ വിണ്ടുകേറിയ പാദങ്ങളിൽ ഒന്ന് തൊട്ടിട്ട്, അമ്മച്ചി എന്നെ പ്രാർത്ഥിക്കണേ. പാവപ്പെട്ട ഒരു വല്യപ്പച്ചനുണ്ടെങ്കിൽ നീ ഒരു കൊല്ലപ്പരീക്ഷയ്ക്ക് പോകുമ്പോ എന്റെ പൊന്നുമക്കളെ ആ മനുഷ്യന്റെ കാലിൽ ഒന്ന് തൊട്ടിട്ട്, കേൾക്കുമ്പോ ദഹിക്കില്ല പലർക്കും, ഒന്ന് തൊട്ടിട്ടൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ നീ ഒന്ന് കുനിയും മക്കളെ. ഇന്നിപ്പോ നമ്മൾ ആകെ കാലത്തോടൊരു കല്യാണത്തിനാ ദക്ഷിണ കൊടുത്തു കഴിയുമ്പോ അതുപോലെ സമ്മതിക്കുകയല്ല. കുനിയണ്ട എന്ന സൈഡിൽ നിന്ന് ബ്യൂട്ടീഷ്യൻ ഒരു സൈഡിൽ നിന്ന് ഫോട്ടോഗ്രാഫറും പറയുക. കാരണം കുനിഞ്ഞാൽ ഈ ഉടുത്തൊരുങ്ങി വെച്ചിരിക്കുന്നതൊക്കെ ഉടഞ്ഞു പോകും, സാരിയൊക്കെ ഉടഞ്ഞു പോകും, വേഷഭൂഷാദികൾ വല്ലാതെ അലങ്കോലപ്പെടും. ഗുരുത്വത്തിന്റെ നല്ല സംസ്കാരം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന പിതാക്കന്മാർ, ഈ ഇരിക്കുന്ന അമ്മമാർ, മാതാപിതാക്കളുടെ കാലിലൊക്കെ തൊടാനുള്ള ആ പഴയതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താട്ടെ. അവരുടെ ജീവിതത്തിന്റെ എവരി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. മാറ്റിക്കളയും അവന്റെ ജീവിതത്തിന്റെ രസതന്ത്രം.